നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ആളൂരിൽ MDMA യുവാവ് അറസ്റ്റിൽ. താഴേക്കാട് സ്വദേശി തോട്ടത്തിൽ അരുണാണ് അറസ്റ്റിലായത്. പുതുക്കാട് മലഞ്ചരക്ക് സാധനങ്ങൾ മോഷണം പോയി. ഇന്നലെ രാത്രിയാണ് ചുമർ തുറന്ന് ഏകദേശം 60,000 രൂപയുടെ സാധനങ്ങൾ മോഷണം പോയത്. മാള അരവിന്ദന്റെ 9ാം അനുസ്മരണ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ഇന്ദ്രൻസ് മുഖ്യാതിഥിയായി. വാർത്തകൾ വിശദമായി. ആളൂരിൽ MDMA യുവാവ് അറസ്റ്റിൽ. താഴേക്കാട്ട് സ്വദേശി തോട്ടത്തിൽ അരുണാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 18.02 ഗ്രാം MDMA പിടികൂടി. വീട്ടിലെ കിടപ്പുമുറിയിലെ ബെഡിലെ രഹസ്യ അറയിൽ നിന്നുമാണ് MDMA കണ്ടെത്തിയത്. SIമാരായ രഘു, രാധാകൃഷ്ണൻ, ധനലക്ഷ്മി, CPOമാരായ ബിലഹരി, രതീഷ്, ഹരികൃഷ്ണൻ, അനീഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് SI ബാബു TR എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പുതുക്കാട് മലഞ്ചരക്ക് സാധനങ്ങൾ മോഷണം പോയി. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ കപ്പേളയ്ക്ക് സമീപം കാളൻ മലഞ്ചരക്ക് വ്യാപാര കടയിൽ ഇന്നലെ രാത്രിയാണ് ചുമർ തുറന്ന് ഏകദേശം 60,000 രൂപയുടെ സാധനങ്ങൾ മോഷണം പോയത്. സമീപത്ത് താമസിച്ചിരുന്ന വീട്ടുകാർ വീടുപണി മൂലം മാറി താമസിക്കുകയാണ്. പാവുണ്ണി കാളനാണ് സ്ഥാപന ഉടമ. ജാതിക്കായ, ജാതിപത്രി, അടയ്ക്ക, കുരുമുളക് എന്നിവയാണ് മോഷണം പോയത്. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. മാള അരവിന്ദന്റെ 9ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ യോഗം അരവിന്ദ സ്മരണ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മലയാളികൾ എവിടെയുണ്ടോ ആ മാളയുടെ പേര് അവിടെ എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നതിന്റെ സാന്നിധ്യമായിട്ട് മാറിയിട്ടുള്ളത് തീർച്ചയായിട്ടും മാള അരവിന്ദൻ എന്നുള്ള കലാകാരനിലൂടെയാണ് എന്നുള്ളത് യാതൊരു സംശയവും ആർക്കും വേണ്ട. നാട്ടിൻപുറത്ത് നിന്ന് വളർന്ന ഒരു കലാകാരനാണ് ഇന്ദ്രൻസും. അതുപോലെ തന്നെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് സാധാരണക്കാരനായിട്ട് വളർന്നു. അതാണ് വ്യത്യസ്തതകൾ. നടന്മാരിൽ വ്യത്യസ്തതകളുണ്ട്, സാമൂഹ്യ പശ്ചാത്തലങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തതകളുണ്ട്. അത്തരത്തിൽ ഉള്ള നാട്ടിൻപുറങ്ങളിൽ നിന്ന് നടന്നു വരുന്ന ഏറ്റവും നല്ല കലാകാരന്മാരായിട്ട് നമുക്കിടയിൽ നിലനിൽക്കുന്ന അപൂർവമായിട്ടുള്ള ആളുകൾ. മാള അരവിന്ദൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പേരെപ്പാടൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ഇന്ദ്രൻസ് മുഖ്യാതിഥിയായിരുന്നു. എന്നെ വിളിച്ചിട്ട് അനുസ്മരണമാണ്, എപ്പോഴും സമയമുള്ളൊരു സമയം പറയാം. ഞാൻ പറയാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറച്ചെങ്കിലും ആദ്യമായിട്ട് നാളെ ചേട്ടൻ്റെ അനുസ്മരണത്തിന് ഞാൻ എന്റെ സൗകര്യം പറയാന്ന് വെച്ചാൽ ഗുരുത്തൊക്കെയായിട്ട് എനിക്ക് തോന്നി. ഉടനെ തിരിച്ചു വിളിച്ചിട്ട് തീരുമാനിക്കുന്ന ദിവസം എവിടെയായാലും വന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്ന് വന്നപ്പോൾ ചേച്ചിക്കാനും വേണ്ടി മക്കളെല്ലാവരും ഉണ്ട്. അതുപോലെ ഇവിടെ മണച്ചേട്ടനെ സ്നേഹിക്കുന്നവര്, സാംസ്കാരിക പ്രമുഖര് എല്ലാവരും കൊണ്ടൊരു വേദിയിൽ വരാൻ വേണ്ടിയെന്ന് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് MLA പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാകട്ടെ. തലമുറകൾ മാറുമ്പോൾ ആദ്യകാലത്ത് എനിക്ക് തോന്നിയ സംശയങ്ങൾ കുട്ടികൾക്ക് തോന്നാതിരുന്നല്ലോ. നമ്മുടെ നാടിന്റെ വിശുദ്ധിയൊക്കെ തലമുറകളോട് നിൽക്കണം. അത് കലാകാരന്മാര് രാഷ്ട്രീയക്കാരെ പോലെ കൗശലക്കാരല്ല. നാടക സംഗീത സംവിധാന രംഗത്ത് 2 തവണ സംസ്ഥാന അവാർഡ് നേടിയ അനിൽ മാളയെ ചടങ്ങിൽ വെച്ച് ഇന്ദ്രൻസ് ആദരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AA അഷ്റഫ്, വാർഡ് മെമ്പർ നിത ജോഷി, ഷാൻഡി ജോസഫ് തട്ടകത്ത്, അബ്ബാസ് മാള, പ്രമോദ് മാള, കിഷോർ അരവിന്ദ്, ഡേവിസ് പാറേക്കാട്ട് എന്നിവർ സംസാരിച്ചു. മാള മുഹമ്മദീൻ ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി പുറപ്പെടുന്നവർക്ക് യാത്രയയപ്പ് നൽകി. മഹല്ല് പ്രസിഡന്റ് AA അഷ്റഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങ് ഉസ്താദ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട് ഉദ്ഘാടനം ചെയ്തു. സ്വർഗം കിട്ടണമെങ്കിൽ നമ്മുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കും വിധമാണ്. അള്ളാഹു ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ ഹൃദയ ശുദ്ധാണ്.
നമ്മുടെ ഹൃദയം ശുദ്ധാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹ് നോക്കുന്ന എൻ്റെ തലയെക്കെട്ട് എത്ര ഉഷാറുണ്ട്, ഞാനിട്ട് എന്നെ ഷർട്ടിലേക്കൊന്നല്ല. അതിന് പ്രസക്തി ഇല്ലാതല്ല, അതിൻ്റെ പ്രസക്തി ഉണ്ട്, അതിന് ശേഷമുള്ളൂ. ഫസ്റ്റ് റബ്ബ് നോക്കും നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ഇമാം സുബൈർ മന്നാനി സന്ദേശം നൽകി. KA നാസർ, SA റിയാസ്, സൈഫുദ്ദീൻ നാലകത്ത്, സഗീർ കടവിൽ എന്നിവർ സംസാരിച്ചു. പുത്തൻചിറ പുത്തിരി അംഗനവാടിയുടെ പ്രവർത്തകരായിരുന്ന പ്രമീളയ്ക്കും വാസന്തി ദേവിക്കും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. VA നദീർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ MM ഷമീജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്തി സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് മെമ്പർ രമ രാഘവൻ, പഞ്ചായത്ത് മെമ്പർമാരായ അരുൺ രാജ്, VN രാജേഷ്, പത്മിനി ഗോപിനാഥ്, പുത്തൻചിറ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MB സൈദു, മുൻ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ TK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് കുളം പഞ്ചമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ED ടൈസൺ MLA പഠനോപകരണത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് നൈസാം അധ്യക്ഷത വഹിച്ചു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR കൈലാസൻ, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ, PA താജുദ്ദീൻ, PB ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ആളൂരിൽ MDMയുമായി യുവാവ് അറസ്റ്റിൽ. താഴേക്കാട് സ്വദേശി തോട്ടത്തിൽ അരുണാണ് അറസ്റ്റിലായത്. പുതുക്കാട് മലഞ്ചരക്ക് സാധനങ്ങൾ മോഷണം പോയി. ഇന്നലെ രാത്രിയാണ് ചുമർ തുറന്ന് ഏകദേശം 60,000 രൂപയുടെ സാധനങ്ങൾ മോഷണം പോയത്. മാള അരവിന്ദന്റെ 9ാം അനുസ്മരണ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ഇന്ദ്രൻസ് മുഖ്യാതിഥിയായി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.